ത്തിലേക്ക് നമുക്ക് പോകാം. രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രധാനമായും പ്രചരണത്തിനുണ്ടായിരുന്നു. മാവേലിക്കര മണ്ഡലത്തിലും കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായ പ്രചരണങ്ങളിൽ ഏർപ്പെട്ട ഒരു എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇലക്ഷന്റെ ഒരു വളരെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇടതുമുന്നണിയെ സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ത്യയിലൊരു ഭരണമാറ്റം, അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രതികരണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഈ ജില്ലയിൽ മാവേലിക്കര പാർലമെൻറ്റ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് അവസാനഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ജനങ്ങളുമായി അടുത്ത്, പ്രത്യേകിച്ച് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്ത് ആളെന്നുള്ള നിലയിൽ, അവരെ മനസ്സറിയുന്ന ആളെന്നുള്ള നിലയിൽ നല്ല ഭൂരിപക്ഷം പത്തനാപുരം നിയമമണ്ഡലത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് മണ്ഡലം കൊല്ലത്ത് ഗണേഷ് കുമാർ MLA-ക്കൊപ്പമായിരുന്നു രാജ്കുമാർ. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിവുള്ളൊരു സർക്കാർ ഇന്ത്യ, അല്ലാതെ പിന്തുണ കൊടുത്തേച്ച് അഴിച്ചുവിടുന്ന ഒരു സംവിധാനത്തോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. കാരണം അത് വലിയ അഴിമതിയിലേക്കും ക്രമക്കേടിലേക്കൊക്കെ മുൻപ് UPA സർക്കാരുകൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അങ്ങനെ പോയതാണ്. അല്ല, കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളാണ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ 3000 ദിവസം കൊണ്ട്, ഈ 3 വർഷത്തിനുള്ളിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ, ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഓരോ 50 മുതൽ 300 കോടി വരെയുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അതും മികച്ച വികസനമാണ്, ഈ ഒപ്പിക്കൽ പരിപാടികളല്ല. നല്ല മികച്ച റോഡുകൾ, പിന്നെ പുതിയ റോഡുകളെല്ലാം, പഴയ റോഡുകളെല്ലാം, PWD റോഡുകളെല്ലാം വളരെ കുറ്റമറ്റതാക്കി, അഴിമതി ഒഴിവാക്കി PWD വകുപ്പിൽ. പിന്നെ ഈ സ്കൂളുകളുടെ നവീകരണം, ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള ആശുപത്രികളുടെ പുരോഗതി, ഇത് ജനങ്ങൾ വളരെ അടുത്തു നിന്ന്, പാവപ്പെട്ടവരും സാധാരണക്കാരും ഏറ്റവും അടുത്തു നിന്ന് വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. സ്കൂളുകളുടെ പുരോഗതിയും ഈ റോഡുകളുടെ മികച്ച റോഡുകൾ, ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഗ്രാമീണ റോഡുകളൊക്കെ BMNBC നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം, അവർക്ക് അറിവുണ്ട്, അവരതിനോട് പ്രതികരിക്കും. ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകും. മറ്റ് വർഗീയ ആളുകൾ അതെല്ലാ കാലത്തും ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ജാതി മതങ്ങൾ കൊണ്ട് നടക്കുന്നവർ പൂർണ്ണമായും കേരളത്തിൽ ഇല്ലാതായിട്ടില്ല. വടക്കിൻ്റെയേക്കാൾ കുറവാണെന്നുള്ളതേ ഉള്ളൂ. വോട്ട് കൂടിയാണ്. എങ്ങനെയുണ്ട് ഒരു ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകും?